കർത്താവായ യേശു മശിഹായ്ക്ക് മഹത്വമുണ്ടാകട്ടെ. പ്രാവശ്യം കൂടെ ഈ കൂട്ടായ്മയിൽ വരുവാനും സഹോദരങ്ങളോടൊത്ത് പങ്കുകൂടുവാനും കർത്താവിൻ്റെ വചനങ്ങൾ പങ്കിടുവാനും ഒക്കെ കർത്താവ് സഹായിക്കുന്നതോർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ആത്മാവിൻ്റെ നിയോഗപ്രകാരമുള്ള സന്തതി. ആത്മാവിൻ്റെ നിയോഗപ്രകാരമുള്ള സന്തതി എങ്ങനെയാകുന്നു എന്നുള്ള വിഷയമാണ്. ആദ്യം നമ്മൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് യെശയ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 50-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ച് കളഞ്ഞതിന്റെ ഉപേക്ഷണ പത്രമില്ലേ? അല്ല, എന്റെ കടക്കാരിൽ ആർക്കാവുന്നു ഞാൻ നിങ്ങളെ വിറ്റ് കളഞ്ഞത്? നിങ്ങളുടെ അകൃത്യങ്ങളാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിറ്റ് കളഞ്ഞു. നിങ്ങളുടെ ലംഘനങ്ങളാൽ നിങ്ങളുടെ അമ്മ ഉപേക്ഷിക്കപ്പെട്ടു നിൽക്കുന്നു. ഞാൻ വന്നപ്പോൾ ആരുമില്ലാതിരിക്കാനും ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറയാതിരിക്കാനും സംഗതിയുണ്ട്. വീണ്ടെടുപ്പാൻ കഴിയാതെയുള്ള എന്റെ കൈ വാസ്തവമായി പൊട്ടിയിരിക്കുകയാണ്. അല്ല, വീഴ്പ്പാൻ എനിക്ക് ശക്തിയില്ല. ഇതാ, എന്റെ ശ്വാസം കൊണ്ട് ഞാൻ സമുദ്രത്തെ വറ്റിച്ചു കളയുന്നു, നദികളെ ഭൂമികളാക്കുന്നു. വെള്ളമില്ലായികയാൽ അവയിലെ മത്സ്യം ദാഹം കൊണ്ട് ചത്തുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നു, ദൈവം ആരാകുന്നു? ദൈവം സൃഷ്ടാവാകുന്നു. സകലത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുകയും അറിയുകയും സ്തുതിക്കുകയും അവന് നമ്മുടെ ആരാധനകളെ നൽകുകയും ചെയ്യുന്നവൻ ദൈവം തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു അമ്മയെ പറ്റി പറയുന്നത്. അമ്മ എന്ന് വെച്ചാൽ എന്താ? ഇന്ന് നമ്മൾ ജാതീയ കാര്യങ്ങളെ നോക്കുമ്പോൾ നമുക്കറിയാം, എല്ലാവരും പറയും ഞങ്ങൾ ഇന്ത്യയിൽ ജനിച്ചവരാണെങ്കിൽ നമ്മുടെ മാതൃരാജ്യം എന്താണ്? അപ്പൊ അമ്മ ആരാണ്? അവിടെ രാജ്യമാണ് അമ്മയായിരിക്കുന്നത്. ആ രാജ്യത്തിന് ഒരു പിതാവ് ആരാണ്? രാഷ്ട്രപിതാവ്. എന്തുകൊണ്ടാണ് ഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നത്? ഈ ഒരു വലിയ ഭൂഖണ്ഡമായ ഇന്ത്യ പല രാജ്യങ്ങളായിട്ട് കിടന്ന ഒരു രാജ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല നമ്മുടെ നാട് തന്നെ എത്ര രാജാക്കന്മാരാണ്? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഏകദേശം 3 രാജാക്കന്മാരാണ്. 3 രാജ്യങ്ങളാണ് അന്ന് അവർക്ക് ഏതാണ് മാതൃരാജ്യം? മധ്യ തിരുവിതാംകൂർ ആണെങ്കിൽ മധ്യ തിരുവിതാംകൂർ, അതാണ് അവരുടെ രാജ്യം. അതിൻ്റെ രാഷ്ട്രപിതാവ് ആരാണ്? രാജാവാണ് അവിടുത്തെ രാഷ്ട്രപിതാവ്. പക്ഷേ ഇതിൻ്റെ ഒക്കെ വിപരീതമായിട്ട് നമ്മൾ മൊത്തം ഇന്ത്യയിൽ ഒരു ജനമാകാമെന്നും ഒരു രാഷ്ട്രമാകാമെന്നും ആ രാഷ്ട്രങ്ങളിൽ പല വൈവിധ്യങ്ങളോടുകൂടെ നമ്മൾ ഒരു രാജ്യമായി തീരാമെന്നുള്ള ആ ഒരു രാജ്യത്തിന്റെ സങ്കല്പം ഉണ്ടാക്കിയത് ആരാണ്? ഗാന്ധി. അതുകൊണ്ടാണ് ഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ പറയുന്നത് പോലെ ഒരു മൊത്തം സൃഷ്ടിയുടെ സൃഷ്ടാവായ ദൈവമായതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നത്. നമ്മളുടെയും സകല ചരാചരങ്ങളെയും നമ്മൾ ഈ ലോകത്തിലും ഈ ഒരു സകല സൃഷ്ടിയിലും കാണുന്ന സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തെയാണ് നമ്മൾ രാഷ്ട്രപിതാവെന്നും വിളിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ദൈവജനത്തിനുള്ള രാഷ്ട്രമുണ്ടെങ്കിൽ അത് ഇസ്രായേൽ എന്ന ഒരു രാഷ്ട്രമാണ്. വരുവാനിരിക്കുന്ന പുതിയ യെരുശലേം എന്ന ഒരു നഗരത്തിലെ വാസികളാണ് അതിലെ നിവാസികളായ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളായിരിക്കുന്ന അല്ലെങ്കിൽ ആ രാജ്യത്തെ ഇത് ചെയ്യുന്ന അവകാശികളാക്കി മാറ്റുന്ന അതിൻ്റെ മക്കൾ. അതുകൊണ്ടാണ് ദൈവം നമുക്ക് പിതാവായിരിക്കുന്നത്. അപ്പൊ അമ്മ ആരാണ്? അമ്മ ഈ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന രാജ്യമാണ്. അത് ഒരു ഭൗതിക രാജ്യമാണോ? അല്ല, ഒരു ആത്മീയ രാജ്യമാണ്. അവിടുത്തെ നിവാസികളൊക്കെ ആരാണ്? ആത്മാവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവർ ഈ ലോകത്തിൽ ജനിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രക്രിയ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രക്രിയയിൽ ഭാഗമായി തീരുവാൻ വേണ്ടി മാത്രമാണ് അവർ ഈ ലോകത്തിലെ നിവാസികൾ ഒരു പർട്ടിക്കുലർ സമയത്തിന് വേണ്ടി ആയിത്തീരുന്നത്. ആ സമയത്തായിരിക്കും ചിലപ്പോൾ അവര് മാതൃരാജ്യമൊക്കെ അവര് അവകാശികളാകുന്നതുമൊക്കെ അല്ലെങ്കിൽ അതിന്റെ പാസ്പോർട്ട് അവർക്ക് ലഭിക്കുന്നതുമൊക്കെ ആ സമയത്തേക്ക് മാത്രമായി. പക്ഷേ ഇവിടെ സംസാരിക്കുന്ന അമ്മ ആരാണ്?
നിങ്ങളുടെ അമ്മയെ ഞാൻ പറഞ്ഞയച്ചു എന്ന് പറയുന്നത് ആരെ പറ്റിയാണ്? ഇത് യെശയ്യാവാണ് എഴുതുന്നത്. ആദ്യം ദൈവം തിരഞ്ഞെടുത്തത് അബ്രഹാമിന് ഇസഹാക്കിന്റെ പരമ്പരയിൽ കൂടെ ഉണ്ടായ മക്കളിന്റെ ജഡപ്രകാരം ഉണ്ടായ മക്കൾക്ക് ദൈവം ഒരു രാജ്യം നൽകിയിരുന്നു, ഇസ്രായേൽ എന്ന രാജ്യം. ഈ ലോകത്തിലെ ചെറിയ ഒരു ഭൂഖണ്ഡമായ രാജ്യം ദൈവം നൽകിയിരുന്നു. അതിന്റെ അവകാശികൾ ആയിരുന്ന ആ ഒരു പർട്ടിക്കുലർ നിയമം അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ നിയമപ്രകാരമുള്ള ദേശത്തിനെയാണ് ഇവിടെ അമ്മയെന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ അമ്മയെ പറഞ്ഞയക്കേണ്ടി വന്നത് എന്ന് അവിടെ പറയുന്നത്? എന്തിനു വേണ്ടിയാണ്? അതിൽ നിന്നുണ്ടായ മക്കൾ അവർ അനുസരണമില്ലാത്ത മക്കളായിരുന്നു. അന്ന് ദൈവം ആ അമ്മയിൽ കൂടെ ജനിപ്പിച്ച മക്കൾ, ആ നിയമപ്രകാരം ജനിപ്പിച്ച മക്കള് അനുസരണമില്ലാതെ ആയിപ്പോൾ ദൈവം അവരുടെ അമ്മയെ പറഞ്ഞയച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ദേശത്തെ ദൈവം പറഞ്ഞയച്ചു. എന്നാൽ മൊത്തത്തിൽ ആ ദേശത്തിലെ മക്കൾ അനുസരണമില്ലാത്തവരായിരുന്നു അല്ല. അതിലും ചിലവര് തെരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. പലരും ഇപ്പൊ 24 മൂപ്പന്മാരെ പറ്റി പറയുമ്പോൾ അതിനകത്തുനിന്ന് തെരഞ്ഞെടുത്ത മക്കൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോശയുണ്ട്, അല്ലെങ്കിൽ എലിയാവുണ്ട്, അങ്ങനത്തെ മക്കൾ അതിൽ നിന്നും വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് വചനത്തിൽ നിന്നും അറിയാം. പക്ഷേ ആ ഒരു രാജ്യം തിരഞ്ഞെടുത്തപ്പോൾ ദൈവം മോശ മുഖാന്തരം ദൈവം അവരോട് ഒരു പ്രമാണം ചെയ്തപ്പോൾ ആ പ്രമാണത്തിൽ നിന്നും മാറിപ്പോയ മക്കളെ പറ്റിയാണ് അവിടെ നമ്മൾ കണ്ടത്. അങ്ങനെ ഉള്ള അമ്മയെ ദൈവം പറഞ്ഞയച്ചു. ആ നിയമത്തെ ദൈവം മാറ്റിക്കളഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു വചനം കൂടെ വായിക്കാം. 51-ാമത്തെ അധ്യായം, യെശയ്യാവിന്റെ തന്നെ 51-ാമത്തെ അധ്യായം, അതിൽ 15 മുതലുള്ള വാക്യങ്ങൾ. സമുദ്രത്തെ കോപിപ്പിക്കുന്നവനായി എന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു എന്ന നാമം. ഞാൻ ആകാശത്തെ ഉറപ്പിച്ച് ഭൂമിയുടെ അടിസ്ഥാനം ചെയ്യും. ദൈവനോട് നീ എന്റെ ജനമെന്ന് പറയുകയും ചെയ്യേണ്ടതിന് ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിലാക്കി എന്റെ കൈയുടെ നിഴലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. അപ്പോൾ ഞാനാകുന്നു യഹോവയായ ദൈവം, സൃഷ്ടാവായ ദൈവം. ഇംഗ്ലീഷിൽ അതിനെ പറയുന്നത് ലോർഡ് ഗോഡ് ഓൾമൈറ്റി. ഞാനാകുന്നു യഹോവയായ സർവശക്തനായ ദൈവം. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ എക്സോഡസ് 6:3 പിന്നെ നമുക്ക് പിന്നെ വായിക്കാം. പക്ഷെ അവിടെ പറയുന്നത് ഞാൻ അബ്രഹാമിന് വെളിപ്പെട്ടത് സർവശക്തനായ യഹോവയായിട്ടാണ്, അല്ല ദൈവമായിട്ടാണ് എന്നാണ് പറയുന്നത്. ഓൾമൈറ്റി ഗോഡ് ആയിട്ടാണ്, അല്ല എലോഹിം ആയിട്ടാണ് അവിടെ ഞാൻ വെളിപ്പെട്ടത്. യഹോവ എന്ന നാമം ഞാൻ അവന് വെളിപ്പെടുത്തി മറച്ചു വെച്ചു. ആ ഒരു നിയമം വരുന്നതിന് മുമ്പേ ഒരു നാമത്തിന്റെ ആവശ്യം അവിടെ ഇല്ലായിരുന്നു. അവൻ തന്നെയാണ് സർവശക്തനായ ദൈവം എന്ന് അബ്രഹാം കണ്ടു, അബ്രഹാം വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. അബ്രഹാം വിശ്വാസപ്രകാരമാണ് ദൈവപുത്രൻ എന്ന നിർണയം അവന് ലഭിച്ചത്. അപ്പോൾ ഞാൻ ആരാധിക്കുന്ന ഏകനായ ദൈവം സർവശക്തനായ ഏക ദൈവമാണ് എന്നുള്ള വിശ്വാസം. അവിടെ പറയുന്നു ഞാനാകുന്നു ഭൂമിയുടെ അടിസ്ഥാനം വെച്ചവൻ അവൻ. അപ്പോൾ സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവം, അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു എന്ന് വെച്ചാൽ അവൻ ദൈവമല്ലാതെ ആകുന്നില്ല, അവൻ തന്നെയാണ് ദൈവം. മുഖാന്തരം എന്ന് വെച്ചാൽ ദൈവം ദൈവത്തിന്റെ ആത്മാവിനെ അവിടെ ഉപയോഗിച്ചു എന്ന് പറയുന്നു. വചനത്താൽ സകലതും സൃഷ്ടിക്കപ്പെട്ടു, വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് ആ അടിസ്ഥാനം വെച്ചവൻ, വേറെ ഒരുവൻ അല്ല. ഞാൻ നിർണയിച്ചു നിങ്ങൾ എന്റെ ജനമാകുന്നു. അപ്പോൾ ദൈവത്തിന് ഒരു ജനമുണ്ട്. ആ ജനത്തിനറിയാം ദൈവം ആരാണെന്ന്. ദൈവം പറയുന്നു അവർ എന്റെ ജനമാകുന്നു. എന്റെ ജനം, അതിൽ ദൈവത്തിന്റെ അധികാരമുണ്ട്. ദൈവത്തിന്റെ അധികാരമുണ്ട്. അങ്ങനെയുള്ളവർ ദൈവത്തിന്റെ ജനമാകുന്നു എന്ന് അവിടെ ദൈവം പറയുന്നു.
അപ്പോൾ നമുക്ക് പിന്നെ അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് കടന്നു പോകാം. ബിക്കോസ് അബ്രഹാമിൽ നിന്നുമാണ് ദൈവം ഇതിനെ മാപ്പ് ചെയ്യുന്നത്. അബ്രഹാമിനെ നമുക്ക് പഠിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ആദ്യം പുറപ്പാട് പുസ്തകം 6:3 മുതലുള്ള വാക്യങ്ങളെ ആദ്യം പറയാം. ഞാൻ അബ്രഹാമിനും യിസ്ഹാക്കിനും യാക്കോബിനും സർവ്വശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി. എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. അവർ പരദേശികളായി പാർന്ന കാനാൻ ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോട് ഒരു നിയമം ചെയ്തിരിക്കുന്നു. മിസ്രയീമ്യർ അടിമകളാക്കിയിരുന്ന ഇസ്രായേൽ മക്കളുടെ ജനക്കം ഞാൻ കേട്ട് എന്റെ നിയമം എടുത്തുവയ്ക്കും. അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, ഞാൻ യഹോവയാകുന്നു. ഞാൻ നിങ്ങളെ മിസ്രയീമ്യരുടെ പുതിയ വേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ കുടിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. അപ്പോൾ അവിടെ സംസാരിക്കുന്നത് അബ്രഹാമിന് ദൈവം സർവശക്തനായ ദൈവമായിട്ട് വെളിപ്പെടുകയും അവനോടൊരു നിയമം ദൈവം ചെയ്യുകയും ചെയ്തു. ആ നിയമത്തെ പറ്റി പറയുന്നത് അബ്രഹാമിനോട് ചെയ്ത നിയമം എന്നേക്കുമുള്ള നിയമമാണ്. അപ്പോൾ അതിൽ ഈ ആദ്യത്തെ നിയമം മാത്രമല്ല, പിന്നെ വരുവാനുള്ള നിയമം കൂടി ഉൾപ്പെട്ടിട്ടാണ് അബ്രഹാമിനോട് പറയുന്നത് എന്നേക്കും നിയമം ചെയ്യുന്നത്. നിന്റെ മക്കൾ ഈ ഭൂമിയെ അല്ലെങ്കിൽ ഈ വൈഫിനെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഈ അമ്മയെ, ഈ അമ്മയിൽ നിന്നും വരുന്ന മക്കൾ നിന്റെ അവകാശികളാകും എന്ന് പറയുന്നത് ഏത് മക്കളെ പറ്റിയാ? ദൈവം തിരഞ്ഞെടുക്കുന്ന അബ്രഹാമിന് നൽകുന്ന മക്കളെ പറ്റിയ, അല്ലാതെ ജഡപ്രകാരം അബ്രഹാമിന് ലഭിക്കുന്ന സന്തതിയെ പറ്റി അല്ല ദൈവം സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ പറയുന്നു, ഞാനാണ് നിങ്ങളെ മിസ്രയീമിൽ നിന്നും വിടുവിക്കുവാൻ പോകുന്നത്. അപ്പോൾ അടിമത്വം, ഒരു അടിമത്വത്തിൽ നിന്നും വിടുവിച്ച് സ്വാതന്ത്ര്യത്തിലേക്കും ആ ഒരു നിത്യ സുരക്ഷയിലേക്കും നയിക്കുന്ന ദൈവം. പക്ഷെ ആദ്യത്തെ നിയമം അങ്ങനത്തെ നിയമം അല്ലായിരുന്നു. ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് വേണ്ടിയുള്ള നിയമമാണ്. ആ ഒരു അമ്മയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഡിവോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് അവളെ പറഞ്ഞയച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം തിരഞ്ഞെടുക്കുന്ന മക്കൾ അവർ അടിമത്വത്തിൽ നിന്നും വിടുവിക്കപ്പെടേണ്ടവരാണ്. അവർക്കൊരു ഭൂമി ദൈവം നൽകുന്നു, വാഗ്ദത്ത പ്രകാരം ഭൂമി നൽകുന്നു എന്ന് ഇവിടെ പറയുന്നു. അപ്പൊ ആ വാഗ്ദത്തം പിന്നെ ദൈവം നിറവേറുകയും ചെയ്യും. പിന്നെ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ 15-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു പോകും. അല്ല, 16-ാമത്തെ അധ്യായമായി. അബ്രഹാമിന്റെ ഭാര്യ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല. എന്നാൽ അവൾക്ക് ഹാഗർ എന്ന പേരുള്ള ഒരു മിസ്രയീം ദാസി ഉണ്ടായിരുന്നു. സാറായി അബ്രഹാമിനോട്, ഞാൻ പ്രസവിക്കാതിരിക്കാൻ യഹോവ എനിക്ക് ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ, എന്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷെ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കുമെന്ന് പറഞ്ഞു. അബ്രഹാം സാറായിയുടെ വാക്കനുസരിച്ചു. അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു. 10 സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ ഭാര്യയെ സാറായി മിസ്രയീം ദാസിനെ ഹാഗറിനെ തന്റെ ഭർത്താവായ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു. അവൻ ഹാഗറിന്റെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ചു. താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ യജമാനത്തെ അവളുടെ കണ്ണിന് നിന്ദിതയായി. അപ്പോൾ സാറായി അബ്രഹാമിനോട്, എനിക്ക് കുറിച്ച് അന്യായത്തിന് നീ ഉത്തരവാദി. ഞാൻ നിന്റെ ദാസിയെ മാർഗം തന്നു. എന്നാൽ താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ ഞാൻ അവളുടെ കണ്ണിന് നിന്ദിതയായി. യഹോവ എനിക്ക് നിനക്ക് മതിയെ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം സാറായോട്, നിന്റെ ദാസി നിന്റെ കയ്യിൽ ഇരിക്കുന്നു, ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞു. സാറായി അവളോട് കാട്ടിൽ തുടങ്ങിയപ്പോൾ അവൾ അവളെ വിട്ട് ഓടിപ്പോയി. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ, സൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. സാറായുടെ ദാസിയെ ഹാഗറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അതിനവൾ, ഞാൻ എൻ്റെ യജമാനത്തിൽ സാറായെ വിട്ട് ഓടിപ്പോവുകയായിരുന്നു എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിന്റെ അടുത്ത് മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കാൻ കൽപ്പിച്ചു. യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ പെരുപ്പമുള്ളതായിരിക്കും. നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും. യഹോവ നിന്റെ സങ്കടം കേട്ടുകൊണ്ട് അവൻ ഇശ്മായേലിന് പേർ വിളിക്കണം. അവൻ കാട്ടുകഴുതിയപ്പോൾ മനുഷ്യനായിരിക്കും. അവന്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും.
അവൻ തന്റെ സകല സഹോദരന്മാർക്ക് വെറുതെ പാർക്കുന്നത് അരുളി ചെയ്തു. എന്നാണ് അവൾ എന്നെ കാണുന്നതിനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. അതുകൊണ്ട് ആ കിണറ്റിന് ബേർ-ലഹയി-രോയ് എന്ന് പേരായി. അത് കാദേശും ബേറിന്റെ മധ്യേ ഇരിക്കുന്നു. പിന്നെ ഹാഗർ അബ്രാമിന് ഒരു മകനെ പ്രസവിച്ചു. ഹാഗർ പ്രസവിച്ച തന്റെ മകന് അബ്രാം ഇസ്മായേൽ എന്ന് പേരിട്ടു. ഹാഗർ അബ്രാമിന് ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് 86 വയസ്സായിരുന്നു. അപ്പോൾ 86 വയസ്സ് വരെ ഒരു വാഗ്ദാനം ലഭിച്ച ഒരു മനുഷ്യൻ 86 വയസ്സ് വരെ പുത്രന്മാരും പുത്രിമാരും ഒന്നും ഇല്ലാതെ ദൈവത്തിന്റെ ആ ഒരു കൃപയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് നമ്മൾ കാണുന്നു സാറായിയുടെ മാനസാന്തരം എപ്പോഴായിരിക്കും വന്നത്? സാറായുടെ ഇവന്റ്സിനകത്തുനിന്ന് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുന്നു. സാറായിക്ക് മനസ്സിലായി ആരാണ് ഈ ദൈവം എന്ന് മനസ്സിലായ എപ്പോഴായിരിക്കും? അവള് ചിരിച്ച ഒരു ഇതുണ്ട്. ദൈവം വന്ന് പറയുമ്പോൾ അവൾ ചിരിച്ച ഒരു സമയം. ചിരിച്ച സമയം കഴിയുമ്പോൾ പിന്നെ അവർക്ക് പിന്നെ സംസാരിക്കാൻ പറ്റാതെ ഇരിക്കേണ്ട ഒരു സമയം. അപ്പോഴാണ് അവൾ ദൈവത്തിന്റെ ആ ഒരു ഇത് മനസ്സിലാക്കുന്നത്. ഇവിടെ നടന്ന കാര്യവും ദൈവത്തിന്റെ ഹിതം തന്നെയാണ്. അത് നടക്കണമെന്നുള്ള കാര്യം ദൈവത്തിന്റെ ഹിതം തന്നെയാണ്. എന്നുവെച്ചാൽ ഹാഗാറിനെ വിടണമെന്നും ഇന്ന് നമ്മൾ ഇരുന്ന് ഇവിടെ വായിക്കണമെന്നും ദൈവത്തിന്റെ മക്കൾ എന്താണെന്ന് മനസ്സിലാക്കണമെന്നെല്ലാം ദൈവം മുൻകൂട്ടി കണ്ടിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഹാഗാറിനെ അവിടെ അയക്കുകയും ഹാഗാർ അയച്ച ശേഷം ഒരു ഗർഭിണിയാണെന്ന് അറിയുമ്പോഴത്തേക്ക് യജമാനത്തിൽ നിന്ന് മാറി അവൾ തന്നെ യജമാനത്തി ആകും എന്നുള്ള ഒരു ഫീലിംഗിലേക്ക് എത്തുന്നു. ഇതെല്ലാം സാറായി കൊണ്ട് ദൈവം ആ സമയത്ത് ചെയ്യിപ്പിക്കുന്നത് തന്നെ. പക്ഷെ അവളുടെ നിർണയപ്രകാരമാണ് ഹാഗാറിനെ അവിടെ അയക്കുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നു ഈ ഒരു പരമ്പരയിൽ ഉണ്ടാകുന്ന മകനെ പറ്റി ദൈവം എന്താണ് പറയുന്നത്? അവൻ കാട്ടിലെ കഴുത പോലെയാകും. കാട്ടിലെ കഴുത എന്ന് പറയുമ്പോൾ അവന് യജമാനനുണ്ടോ? ഇല്ല. അവൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നടക്കുന്നു. പക്ഷെ അവന് ചിലപ്പോ കാട്ടിൽ ചില ദേവന്മാരുണ്ടായിരിക്കും. അവനൊരു പുലിയെ കണ്ടാ പേടിക്കും, അല്ലെങ്കിൽ ഒരു കരടിയെ കണ്ടാ പേടിക്കും, അല്ലെങ്കിൽ വേറെ അവിടുത്തെ നാട്ടുരാജാക്കന്മാരെയൊക്കെ കണ്ടാ പേടിക്കും. പക്ഷെ അവന് നിത്യമായ ഒരു യജമാനൻ, ഒരു യജമാനൻ. അതിനകത്താണ് കാര്യം. ദൈവം കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോകുന്നതിന് മുമ്പേ യെരുശലേമിൽ ചെന്നിട്ട് ഒരു കഴുതയെ ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ യജമാനന് ആ സമയത്ത് നൽകിയിരിക്കും ആരാണ് ഈ കഴുതയ്ക്ക് ഇനി കർത്താവാകാൻ പോകുന്നത്. അവൻ അറിയാം ആ സമയത്ത് കർത്താവ് ആവശ്യപ്പെട്ടെന്ന് മാത്രം അവനോട് പറഞ്ഞാൽ മതി. കർത്താവ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് യഹോവയെന്ന് തന്നെ പറഞ്ഞു. യഹോവ ആവശ്യപ്പെട്ടെന്ന് ഒരു ദൈവദാസൻ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിട്ടിരിക്കും. അങ്ങനെ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു കഴുതയായി തീരാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കേണ്ടത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യജമാനനുള്ള കഴുത അവന് സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനമില്ല. യജമാനന്റെ തീരുമാനമാണ് അവന്റെ തീരുമാനം. അപ്പോൾ ഇശ്മായേലിനെ പറ്റി പറയുന്നു ഒരു കാര്യം പറയുന്നത്, അവന് കാട്ടുകഴുതയെ പോലെ ആയിരിക്കും. അവൻ ഒരു യജമാനൻ ഇല്ല. അവന് നാട്ടുരാജാക്കന്മാരും വാഴികളുമായിട്ട് ചിലപ്പോൾ പേടിക്കുമായിരിക്കും. പക്ഷേ അവന് ഒരു യജമാനൻ ഇല്ല. അവൻ എങ്ങനെ നിർണയിക്കുന്നുവോ അവൻ സ്വന്തം ഇഷ്ടപ്രകാരം എവിടെയും പോകുന്നു, എവിടെയും വരുന്നു. അങ്ങനെ ഒരു ദൈവദാസന് പറ്റുമോ? ഇല്ല. എല്ലാത്തിലും ദൈവത്തിന്റെ തീരുമാനം തേടുന്നവനാണ് ദൈവദാസൻ. അപ്പോൾ അവൻ അങ്ങനത്തെ ഒരു കാര്യം. രണ്ടാമത്തെ അവന്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവന്റെ സഹോദരന് എതിരായിട്ട് അവന്റെ കൈ എന്നും പൊങ്ങിയിരിക്കും. അപ്പൊ ഒരു ദൈവദാസൻ ഉണ്ടെങ്കിൽ അവന്റെ എതിരായിട്ട് നമ്മൾ കൈ പൊക്കുന്നുവോ എന്നാൽ നമ്മൾ ആ ഇശ്മായേൽ ഗണത്തിൽ തന്നെ നമുക്കറിയാം. ഇവൻ അഭിഷക്തനാണ്. അവൻ ശരിയായ പ്രസംഗമാണ് പ്രസംഗിക്കുന്നത്. അപ്പോസ്തോലിക പ്രസംഗമാണ് പ്രസംഗിക്കുന്നത്. അങ്ങനെ ഒരു ദൈവദാസൻ എല്ലാം ശരിയായിട്ട് ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ മകന്റെ എതിരായിട്ട് നമ്മൾ ഒരു കൈ പൊക്കുന്നുവോ? നമ്മൾ എവിടുത്തെ ആൾക്കാരാണ്? ഇശ്മായേൽ ജനത്തിന്റെ ആൾക്കാരാണ്. എന്നുവെച്ചാൽ ദൈവമല്ല നമ്മളെ നയിക്കുന്നത്. നമ്മൾ കാട്ടുകഴുതയെ പോലെ എങ്ങനെ തോന്നുവോ അങ്ങനെ നടക്കുന്നവരും ദൈവത്തിന്റെ
മക്കൾ ദൈവത്തിന്റെ അഭിഷിക്തന്മാരുടെ എതിരായിട്ട് കൈകൊട്ടുന്നവരുമായി. അങ്ങനെ നമ്മൾ അവിടെ കാണുന്നു അബ്രഹാമിന് ഉണ്ടായ ആദ്യത്തെ സന്തതി. പക്ഷെ അവൾ പിന്നെയും അബ്രഹാമിന്റെ അടുക്ക് തിരിച്ചു ചെല്ലുകയും അബ്രഹാം അവൾക്ക് ഉണ്ടായ വെളിപ്പാട് പ്രകാരം അവനെ ഇസ്മായിൽ എന്ന് പേരിടുകയും ചെയ്യുന്നു എന്ന് നമ്മൾ അവിടെ കാണുന്നു. പക്ഷേ നമ്മൾ പിന്നെ 17-ാമത്തെ അധ്യായത്തിലും പിന്നെ 18, 19 മുന്നോട്ട് നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ ആ അധ്യായങ്ങളൊന്നും ഇപ്പം വായിക്കുന്നില്ല, പക്ഷേ നമ്മൾ അവിടെ കാണുന്നത് അബ്രഹാമിന് പിന്നീട് യഹോവ പ്രത്യക്ഷനാകുകയും അവിടെ അബ്രഹാം ആ പ്രത്യക്ഷനായ ദൈവത്തെ ആരാധിക്കുകയും അറിയുകയും അറിഞ്ഞുകൊണ്ട് ആരാധിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. ആ ഭാഗം എടുത്തിട്ട് നമുക്കറിയാം, മറ്റുള്ളവർ പ്രസംഗിക്കുന്ന മൂന്ന് വ്യക്തികളെ പ്രസംഗിക്കുന്നതൊക്കെ അറിയാം. നമുക്ക് വളരെ വ്യക്തമായിട്ട് വചനത്തിൽ കാണാൻ പറ്റും. അവിടെ യഹോവയായ ദൈവം അവിടെ പ്രത്യക്ഷനായി, അതിനോടുകൂടെ 2 ദൂതന്മാരും പ്രത്യക്ഷനായി. ആ ദൂതന്മാരാണ് പിന്നെ കടന്നുപോയി അവര് ലോത്തിനെ രക്ഷിക്കാൻ വേണ്ടി അവർ കടന്നു പോകുന്നതൊക്കെ എല്ലാം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഇവിടെ കാണുന്നത് ഈ ഒരു ഇശ്മായേല് ഈ ഗ്രഹത്തിലെ മകൻ അല്ല, നിന്റെ അവകാശി അല്ല എന്ന് ദൈവം പിന്നീട് അവിടെ അബ്രഹാമിനോട് പറയുന്നു. ജഡപ്രകാരം നമുക്കുണ്ടാകുന്ന മക്കളല്ല ദൈവത്തിന്റെ സന്തതി. അവരെ നമ്മൾ സഭയിലേക്ക് കൊണ്ടുവരുന്നു, നമ്മൾ അവരെ കൂടെ ആരാധിക്കുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? അത് ദൈവത്തിന്റെ കയ്യിൽ തന്നെയാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് വിളിക്കപ്പെടേണ്ടവർ. നമ്മൾ നമ്മുടെ പ്രവൃത്തി ചെയ്യുന്നു, ദൈവം വിളിക്കുന്ന മക്കൾക്ക് നമ്മൾ സുവിശേഷം പറഞ്ഞു കൊടുക്കുന്നു, ഇവിടെ വരുന്നവർക്ക് നമ്മൾ സുവിശേഷം പറഞ്ഞു കൊടുക്കുന്നു. ഈ മെസ്സേജ് ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പോകുവാൻ ഇടയായി തീർന്നാൽ ആ ആൾക്കാർ കേൾക്കുന്നവരും അവരിൽ ആരെങ്കിലും ദൈവമക്കൾ തെരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടെങ്കിൽ ഇന്ന് കേൾക്കുന്ന മെസ്സേജോ അല്ലെങ്കിൽ വേറെ ഒരു സാഹചര്യത്തിൽ കേൾക്കുന്ന മെസ്സേജല്ല, അവര് ചിലപ്പം വിളിക്കപ്പെടും. അവർക്ക് ദൈവ നിർണയ പ്രകാരം ഒരു വിളി ഉണ്ടെങ്കിൽ മാത്രമേ അവർ വിളിക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കേൾക്കുന്നു, പലരും പറയുന്നു ഞാൻ CSI കുടുംബത്തിൽ ജനിച്ചു വളർന്ന, അല്ലെങ്കിൽ ഞാൻ ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന. ഇന്നലെ നമ്മളൊരു പാസ്റ്ററിനെ പറ്റി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്നു. ജനിച്ചു വളരുന്നവരല്ല ദൈവമക്കളായി നിർണയിക്കപ്പെടുന്നത്. അവനെ കൈക്കൊണ്ടവരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചവരും ദൈവമക്കളാകുവാൻ അവർക്ക് അധികാരം കൊടുത്തു. അപ്പോൾ വിശ്വാസപ്രകാരം ആത്മാവിന്റെ നിയോഗത്താൽ ആണ് ഒരുവൻ ദൈവപുത്രനാണോ ഇല്ലയോ എന്ന് നിർണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ വായിച്ച ആ ഒരു ഭാഗത്ത് പറയുന്നു, അവൻ ദാവീദിന്റെ സന്തതിയാണെന്ന് അവിടെ നമുക്ക് കാണുന്നു. അവിടെ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അവിടെ 2 കാര്യങ്ങളുണ്ട്. ഇന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് ഒരു ദിവസമാണ്. എന്നാണ് ദൈവം ദിവസം ഉണ്ടാക്കിയത്? അവൻ പ്രകാശം വരുവാൻ അനുവദിച്ചു, പ്രകാശം ഉണ്ടാകാൻ അനുവദിച്ചു. ഒരു ദിവസം, ഒരു രാത്രി, അത് ഒരു ദിവസമാണ്. അപ്പോഴാണ് സമയം ഭൂമിയിൽ തുടങ്ങുന്നത്. ദൈവത്തിന് സമയമുണ്ടോ? ദൈവം ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യൻ തന്നെയാണ്. അവന് സമയമില്ല, ദൈവത്തിന് സമയമില്ല. പക്ഷെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ജീവികൾക്കും ഒരു സമയമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അത് നമ്മൾ പ്രകൃതിയിൽ കാണുന്നതാണ്. അത് നമ്മൾ മരങ്ങളിൽ കാണുന്നു, ജീവജാലങ്ങളിൽ കാണുന്നു, എല്ലാത്തിലും കാണുന്നു. നമ്മുടെ ശരീരത്തിനകത്തുള്ള പല കാര്യങ്ങളും കാണുമ്പോൾ അതിന്റെ ഒരു ഇതുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മളെ പറ്റി ഇപ്പം ചുമ്മാതെ വെറുതെ ഓർമ്മിപ്പിക്കുക, നമ്മുടെ പാൻക്രിയാസിന്റെ സമയം എന്താണെന്ന് അറിയാം. രാവിലെ 8 മണിക്കാണ് പ്രവൃത്തി തുടങ്ങുന്നത്, രാത്രി 8 മണിയാകുമ്പോൾ പാൻക്രിയാസ് പണി നിർത്തും. നമ്മൾ ചിലപ്പോൾ രാത്രി 9 മണിക്കും 10 മണിക്കും ഒക്കെ ആയിരിക്കും ആഹാരം കഴിക്കുന്നത്. അപ്പൊ ഈ പാൻക്രിയാസിനെ കൊണ്ട് ഓവർ ടൈം ചെയ്യിപ്പിക്കുന്നതാണ് ഡയബറ്റീസ് ആകുന്നതെന്ന് ഇപ്പോൾ സയൻസ് പഠനങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കേണ്ടത് 8 മണിക്ക് ശേഷവും ഒരു 6 മണിക്ക് മുമ്പ് നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഈ പാൻക്രിയാസിന്റെ പ്രവർത്തനം ഏറ്റവും നല്ലതായിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഈ ഒരു ടൈം ക്ലോക്ക് നമ്മുടെ എല്ലാ ഈ ഭൂമിയുടെ സകല ജീവജാലങ്ങളിലും ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ ദൈവത്തെ സംബന്ധിച്ചോളം സമയം ദൈവത്തിന് ഇല്ല.
അപ്പോൾ ഇവിടെ ഒരു അടുത്ത ഞാൻ അബ്രഹാമിന് ദൈവം കൊടുത്ത ആ ഒരു വാഗ്ദത്തെ പറ്റി നമുക്ക് ഒന്നുകൂടെ ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 12-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. ലോത്തും അവനോട് കൂടെ പോയി. ഹാരാനിൽ നിന്ന് അപ്പോൾ സകല ലോകത്തിലെ സകല ജനതകളും നിന്നാൽ അനുഗ്രഹിക്കപ്പെടും. നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, നിന്നെ ശപിക്കുന്നവർ ശപിക്കപ്പെടും. അപ്പോൾ ദൈവം തന്നെ നിർണയിച്ചതാണ് ഈ ലോകത്തിലെ സകല ജനത്തിലും ദൈവം തന്റെ മക്കളെ തിരഞ്ഞെടുക്കുമെന്നും അത് അബ്രഹാമിന്റെ പരമ്പരയിലേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യം ദൈവം തന്നെ തീരുമാനിച്ചു. എന്തുകൊണ്ടെന്നാൽ അബ്രഹാമിന്റെ വിശ്വാസമാണ് അതിനകത്തെ അടിസ്ഥാനം. അബ്രഹാം യഹോവയെ കണ്ടു, അവനിൽ വിശ്വസിച്ചു. അപ്പോൾ ദൈവം ആരെന്നറിയുക, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക, ആ ദൈവം യജമാനനായി തീരുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് കണ്ടത്. പിന്നെ നമുക്ക് കടന്നു പോകേണ്ടത് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 22 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചിരിക്കുന്നു. ഇത് സദൃശമാകുന്നു. ഈ സ്ത്രീകൾ 2 നിയമങ്ങളത്രേ. ഒന്ന് സീനായ് മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു, അത് ഹാഗാർ. ഹാഗാർ എന്നത് അറബി ദേശത്ത് സീനായ് മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. അത് തന്റെ മക്കളോട് കൂടെ അടിമയല്ലല്ലോ ഇരിക്കുന്നത്, അടിമയില്ലല്ലോ ഇരിക്കുന്നത്. മീതിയുള്ള യെരുശലേമോ സ്വതന്ത്രമാകുന്നു. അവൾ തന്നെ നമ്മുടെ അമ്മ. പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്കുക, നോവ് കിട്ടാത്തവളെ പൊട്ടി ആർക്കുക. ഏകാകിനിയുടെ മക്കൾ ഭർത്താവിലുള്ളവരുടെ മക്കളെക്കാൾ അധികം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ സഹോദരന്മാരെ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. തിരുവെഴുത്തോ എന്തു പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശിയാകില്ല. അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളത്രേ. അപ്പോൾ സ്തോത്രം. അവിടെ 2 ഭാര്യമാരെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഹാഗാർ എന്ന ആ ദാസിയായ സ്ത്രീയെ ആദ്യത്തെ നിയമവുമായിട്ട് ആണ് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ജഡപ്രകാരം ഉള്ള മക്കൾ ഒരു ഭൂമിയെ അല്ലെങ്കിൽ ഒരു അമ്മയിൽ നിന്നും വരുന്ന രീതിയിലേക്ക് നമ്മൾ അവിടെ കാണുന്നു. അപ്പോൾ ഹാഗാർ അബ്രഹാമിന്റെ സന്തതിയെ പ്രസവിച്ചു. പലരും അബ്രഹാമിന്റെ സന്തതിയായി ആ പരമ്പരയിൽ കൂടെ വന്നു എങ്കിലും അവര് അടിമത്വത്തിൽ നിന്നും വരുന്ന മക്കൾ ആകും. അടിമത്വം എന്താണ്? നിയമമാണ് അവിടെ അടിമത്വത്തെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്കറിയാവോ ഈ ശരിക്കുമുള്ള സൈനായി മല എവിടെയാണെന്ന് അറിയാം? സീനായി മല സൗദി അറേബ്യയിലാണെന്ന് ഇപ്പം നമ്മൾ അറിയുന്നു. കുറച്ച് നാൾ മുതൽ നമുക്കറിയാം ഇപ്പൊ സൗദി അറേബ്യയിലാണ്. ഇതിനു മുമ്പേ ഇപ്പോഴും ടൂറിസത്തിന് വേണ്ടി കൊണ്ടുവന്നത് ഈ ഒരു ഞാനൊരു സ്ഥലത്ത് പോയായിരുന്നു, നമ്മുടെ എന്തുവാ ഷർമൽ ഷേഖ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് പോയായിരുന്നു. അപ്പം ഷർമൽ ഷേഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഈസ്റ്റേൺ ഈജിപ്റ്റ്, അപ്പം കിഴക്കൻ ഈജിപ്തിന്റെ ആ ഒരു ബോർഡർ ഏരിയ ഇസ്രായേലുമായിട്ട് ചേർന്നിരിക്കുന്ന ഒരു ഏരിയയിൽ ഇന്നും ടൂറിസ്റ്റിനെ കൊണ്ടുപോയി ഒരു മലയെ കാണിച്ചിട്ട് ഇതാണ് സീനായി മല, ഇവിടെയാണ്. അവിടെ ഒരു പള്ളിയൊക്കെ ഈ ഓർത്തഡോക്സുകാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഈജിപ്ഷ്യൻ ഓർത്തഡോക്സുകാർ. അവര് ഇന്നും അവിടെയൊക്കെ കൊണ്ടുപോകുന്നു. പക്ഷെ നമുക്കറിയാം
പൗലോസ് എഴുതുന്നത് ഏത് സമയത്താ? ജോഗ്രഫി പഠിക്കാത്ത സമയത്ത്, ജോഗ്രഫി അറിയാത്ത സമയത്താണ് പൗലോസ് എഴുതുന്നത്. പൗലോസ് അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പേ എഴുതുന്നു അറബി നാട്ടിൽ ഉള്ള സീനായി മല. ഇന്ന് നമുക്കറിയാം അത് സൗദി അറേബ്യയിലാണെന്നുള്ള കാര്യം നമുക്കറിയാം. അവിടെ ഇപ്പോഴും അത് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അത് അവര് കാണിക്കാതെ കൂടുതൽ ടൂറിസ്റ്റിനെ അലൗ ചെയ്യുന്നില്ല. പക്ഷെ ചിലർ പോയി വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പോയി വേണമെങ്കിൽ യൂട്യൂബിനകത്തിട്ട് സിനായി മൗണ്ടൈൻ ഇൻ സൗദി അറേബ്യ എന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പോയി അത് കാണാൻ പറ്റും. അവിടെ ആ മലയുടെ മേളിൽ ആ കത്തിയ സ്ഥലം ഇപ്പം ആ കറുത്ത് കിടക്കുന്നതും എല്ലാം അവിടെ ഉണ്ട്. പല കാര്യങ്ങളും അവിടെ ഹിസ്റ്റോറിക്കൽ ഇതായിട്ട് അവിടെ കാണാൻ പറ്റും. പക്ഷേ ആ ഒരു ദേശം ഇന്ന് എന്തിലാണ്? ഹാഗാറിൽ നിന്നും ഉണ്ടായ മക്കൾ, ഇസ്മായിൽ നിന്നും ഉണ്ടായ സന്തതികളാണ് ഇന്ന് ആ ലാൻഡിനെ അവിടെ ഒക്യുപ്പൈ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് 2000 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാണുമ്പോൾ ശരിയാ, അവര് അടിമത്തത്തിൽ നിന്നും ഉണ്ടായ മക്കളെ ഇന്ന് കാണിക്കുന്നു. അവർക്ക് വേറെ ഒരു ദേവനാണ്, ആ ദേവന്റെ പേര് വേറെ ഇട്ടിട്ട് അവര് അതാണ് സൃഷ്ടാവായ ദൈവം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ അവർ ആ ദൈവം തന്നെ ചെയ്ത പ്രവൃത്തികളെ ഒക്കെയാണ് അവിടെ കാണുന്നത്. ഹഗാറിന് ദൈവം നൽകിയ വെള്ളവും അതൊക്കെ എല്ലാം അവർക്ക് അവിടെ ഉണ്ടെങ്കിൽ പോലും ആ മക്കളെല്ലാം അടിമത്തത്തിലുള്ള മക്കളാണെന്ന് ഇവിടെ നമുക്ക് കാണും. സ്വതന്ത്രയായ സാറ എന്ന് പറയുമ്പോൾ ഒരു ആള് ഒരു വീട്ടിലെ അംഗമായി തീരുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട്ടിലെ മകനായി തീരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന സ്വാതന്ത്ര്യം, വീട്ടിലുണ്ടാകുന്ന സ്വാതന്ത്ര്യത്തെ പറ്റി. ഇപ്പോൾ ഒരു ദാസിയുടെ മകൻ ഒരു വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും അവന് ആ വീട്ടിൽ നിന്ന് കഴിക്കണമെങ്കിൽ ആരോടെങ്കിലും ചോദിക്കണം. നമുക്ക് ഒരു കുടുംബത്തിലെ അംഗമാണെങ്കിൽ എന്തെങ്കിലും ഒരു വീട്ടിൽ എൻ്റെ അപ്പൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനമാണെങ്കിൽ അതെനിക്ക് ചോദിക്കണം കഴിക്കാൻ വേണ്ടി. എനിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, അതെനിക്ക് വേണ്ടി അവൈലബിൾ ആണ്. അപ്പോൾ സ്വതന്ത്രയുടെ മകൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ജനം വരുന്നത് മച്ചിയായ സ്ത്രീയിൽ നിന്നാണ്. എന്താ അതുകൊണ്ടാണ് പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അവർ ഒരു പുരുഷന്റെ ഇഷ്ടത്താൽ, അവർ ഒരു സ്ത്രീയുടെയും ഇഷ്ടത്താലല്ല, പക്ഷെ അവർ ദൈവത്തിന്റെ ആത്മാവാലാണ് ജനിക്കുന്നത്. അവിടെയാണ് ഇസഹാക്കിനെ കാണിച്ചുകൊണ്ട് പറയുന്നത് ഈ ഒരു പൈതൽ വന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തന പ്രകാരമാണ് ആ പൈതൽ അവിടെ കടന്നു വരുന്നത്. അതുകൊണ്ടാണ് നമ്മളെ പ്രത്യേകം എടുത്ത് കാണിക്കുന്നത് 99 വയസ്സുള്ളപ്പോൾ അവർക്ക് ആ ഒരു സമയം കഴിഞ്ഞപ്പോഴാണ് ദൈവം അവർക്ക് പ്രത്യക്ഷനായിട്ട് അവരോട് പറയുന്നത് നീ അടുത്ത വർഷം ഒരു മകനെ പ്രസവിക്കുമെന്ന് പറയും. അപ്പോൾ ദൈവത്തിന്റെ നിയോഗത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട. പക്ഷേ നമ്മൾ കാണുന്നു ആദാം, ലൂക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ 38-ാമത്തെ വാക്യത്തിൽ പറയുന്നു ആദാം ദൈവത്തിന്റെ പുത്രൻ. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനത്താലാണ് ആദാം ജീവനുള്ളവനായി തീരുന്നത്. അതുകൊണ്ടാണ് അവൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് നിർണയിക്കപ്പെടുന്നത്. നമ്മൾ ഇവിടെ ഇന്ന് നിന്നെ ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു. ഇന്ന് എന്ന സമയം, അതായത് പകലും രാത്രിയും ചേർന്ന് ഒരു ദിവസം, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അതായത് ദൈവം മുൻകൂട്ടി തീരുമാനിച്ച ഒരു സമയത്ത് ദൈവം ഏകപുത്രൻ എന്ന അവസ്ഥയിൽ ഈ ലോകത്തിൽ കടന്നു വരും. ആ പുത്രന്റെ കാര്യം പറയുന്നു, അവൻ ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയും അവൻ ആത്മാവിന്റെ നിയോഗപ്രകാരം ദൈവപുത്രൻ എന്നും നിർണയിക്കപ്പെട്ടു. അപ്പോൾ ദൈവത്തിന്റെ പുത്രനാകുന്നുവോ അവൻ ആത്മാവാൽ ജനിച്ചവൻ ആയിരിക്കണം. ആത്മാവിന്റെ പ്രവർത്തനമാണ് ഒരു മനുഷ്യനെ ദൈവപുത്രൻ ആക്കുന്നത് എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുക. അവന്റെ നാമം യഹോവയുടെ നാമം തന്നെയാണ്. യഹോവയുടെ നാമത്തിൽ വിശ്വസിച്ച് നിങ്ങൾ ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനമേൽപ്പീൻ.
പാപമോചനത്തിനായി. എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ആ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുന്നതാണ് ഒരുവൻ ദൈവപുത്രനായി തീരുന്നത്. അവന്റെ അമ്മ ആരാണ്? പുതിയ യെരൂശലേമാണ്. അവരാരാണ്? സ്വതന്ത്രയായ സ്ത്രീയിൽ നിന്നും വരുന്ന മക്കളാണ്. അങ്ങനെയുള്ളവർ മാത്രമാണ് ദൈവജനം എന്ന് ദൈവം പറയുന്നു. അപ്പോൾ അബ്രഹാമിൽ കൂടെ നമ്മൾക്ക് കാണിച്ചു തരുന്ന ആ ഒരു എക്സാമ്പിൾ, അവന് ആദ്യം ഉണ്ടായ ജഡത്താൽ ഉണ്ടായ പുത്രനും ദൈവനിർണയ പ്രകാരം ഉണ്ടായ പുത്രന്മാർ ആദ്യത്തെ അമ്മയായ ഒരു ആകാറിന്റെ രീതിയിൽ പോലെ അവർ അടിമത്വത്തിന്റെ സുവിശേഷമാണ് അവർക്ക് ലഭിച്ചത്. പക്ഷേ ഈ ഒരു പുതിയ നിയമത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷമാണ്. അതുകൊണ്ട് ആണ് യെരമ്യ പ്രവചനത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവർ എന്റെ ജനം ആയി തീരും, അവരുടെ ഹൃദയത്തിൽ ഞാൻ എന്റെ നിയമത്തെ എഴുതും. നിയമം പുസ്തകത്തിലല്ല, ഇനി നിയമം ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ നിയമം ഇരിക്കുന്നുവോ? ദൈവം പറയുന്നിടത്താണോ നിങ്ങൾ പോകുന്നത്, അതോ കാട്ടുകഴുതിയെ പോലെ വേണ്ടെടുത്താണോ പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും നമ്മളിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നയിക്കപ്പെട്ടവരാണെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ മക്കളാകുന്നു. അങ്ങനെ ആകുന്നവരാണ് സ്വതന്ത്രയായ അമ്മയുടെ മക്കൾ. അങ്ങനെയുള്ളവരാണ് ദൈവരാജ്യം ഇനി അവകാശപ്പെടുവാൻ പോകുന്നത്. അതുപോലെ തന്നെ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിലും പിന്നെ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, അബ്രഹാമിന്റെ സന്തതി എന്ന് വെച്ചാൽ ഒരു സന്തതിയെ പറ്റി മാത്രമാണ് പറയുന്നത്. അത് ആരാണ്? സീഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അവരിലുള്ള ആ ഒരു സീഡ് എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ ആത്മാവായിരുന്നു. അപ്പോൾ അത് പുതിയ നിയമ രക്ഷിക്കപ്പെട്ടവരായാലും പഴയ നിയമത്തിലെ രക്ഷിക്കപ്പെട്ടവരായാലും അവരിലുള്ള ഒരു കാര്യം, അവർ ക്രിസ്തുവിന്റെ ആത്മാവാൽ വീണ്ടെടുക്കപ്പെട്ടവരായിരുന്നു. ക്രിസ്തുവിന്റെ ആത്മാവായിരുന്നു അവരിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ എടുക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ മക്കൾ. അത് പുതിയ നിയമമായാലും പഴയ നിയമമായാലും അതിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. ആത്മനിയോഗത്താൽ ആണ് ദൈവപുത്രന്മാരായി നിർണയിക്കപ്പെടുന്നത്. അപ്പോൾ ദൈവം നമ്മളെ ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ കൊണ്ടുവന്നു. ദൈവം നമ്മൾക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനം, ക്രിസ്തുവിന്റെ ആ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവനെ കൈക്കൊണ്ടു. അതായത് ഒരു വീട്ടിൽ ഉള്ള കഴുതയെ പോലെ നമ്മൾക്ക് ഒരു യജമാനൻ മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് പഴയ നിയമത്തിലെ യഹോവ തന്നെയാണ്. ആ അബ്രഹാമിന്റെ ദൈവത്തെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് മോശയോട് പറയുമ്പോൾ, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ സർവശക്തനായ ദൈവമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കും പറയാം, നമ്മളുടെ ദൈവം ആരാണ്? അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ സർവശക്തനായ ദൈവമാണ്. അവൻ യേശു ക്രിസ്തുവായി നമുക്ക് വേണ്ടി ഒരു യാഗത്തിന്റെ വസ്തുവായി ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ എന്ന അവസ്ഥയെടുത്ത് ഒരു ഏകപുത്രന്റെ പദവിയെടുത്ത് ഈ ലോകത്തിൽ കടന്നു വരികയും നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി ഈ രക്ഷയുടെ വേലയും ചെയ്തു. നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ സ്വന്തം ജനമാക്കി. അതുകൊണ്ടാണ് അവൻ ഒരു ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞത്, അവൻ തന്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ വരുന്നത് കൊണ്ട് അവന്റെ നാമം യേശു എന്ന് വിളിക്കും. ആരുടെ ജനമാണ്? ഒരു ജനം മാത്രമേ ഉള്ളൂ, ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിന്റെ ജനമാണ്. ആ ജനമാക്കി മാറ്റുവാൻ വേണ്ടി തന്നെയാണ് ആ നാമം എടുത്തത്. ആ നാമത്തിൽ വിശ്വസിക്കുന്നവരാണ് വീണ്ടെടുക്കപ്പെട്ടവർ, സ്വതന്ത്രയുടെ മക്കൾ. അബ്രഹാമിന് ആത്മാവിന്റെ നിയോഗത്താൽ ലഭിക്കുന്ന മക്കൾ. അങ്ങനെ ആകുവാൻ ദൈവം, അങ്ങനെ ആയിരിക്കാൻ, അങ്ങനെ തുടരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിന് കർത്താവിന് സ്തോത്രം. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ഒരു ക്ലാസ് ആണ് കേട്ടത്. കാരണം ഈ ലോകത്തിൽ രണ്ട് വിധ വിഭാഗമുണ്ടെന്നും, ഒന്ന് സ്വതന്ത്രയുടെ മകൻ സന്തതി, മറ്റൊന്ന്
ദാസിയുടെ. ഈ ലോകത്തിൽ നിന്ന് ദൈവം നമ്മളെ ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിക്ക് വേണ്ടി നമ്മളെ വേർതിരിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അതിന്റെ എങ്ങനെയാണ് ആ ജനനം സംഭവിച്ചത് എന്നും അത് പരിശുദ്ധാത്മാവിലാണ് അത് സംഭവിച്ചതെന്നും അതുകൊണ്ട് നമ്മൾ ഇനി അന്യരും പരദേശികളുമല്ല, അവന്റെ വാഗ്ദത്ത പ്രകാരം അവന്റെ കൂട്ടവകാശികളാണ്. ദൈവത്തിന് സ്തോത്രം. അത് നമ്മളെ ആക്കി തീർത്തത് മറ്റൊന്നിന്റെയും പ്രവൃത്തി നിമിത്തമല്ല. നമുക്കറിയാം, ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുന്നത് ജന്മം നടക്കണമെങ്കിൽ ഒന്നെങ്കിൽ ജന്മം നടക്കുന്നതിന്റെ ഒരു കാരണം പിന്നെ എങ്ങനെ നമ്മൾ ജനിക്കാൻ കഴിയും? ജഡപ്രകാരം മാതാപിതാക്കളാലുള്ള ജനനമുണ്ട്. അതുപോലെ അല്ലെങ്കിൽ മക്കളായി തീരുന്ന ഒന്ന്, മാതാപിതാക്കളാൽ ജനിക്കുന്ന വ്യക്തികൾ മക്കളായി തീരുന്നുണ്ട്. പിന്നെ ഒരു മക്കൾ എന്ന പദവി എങ്ങനെയാ? ദത്തെടുക്കുക. നമുക്കറിയാം, യേശു ക്രിസ്തുവിലൂടെ നമ്മളെ ദത്തെടുത്തിരിക്കുന്നുവെന്ന്. ദത്തെടുക്കുന്ന വിഷയത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നാട്ടൊലിവായിരുന്ന അത് ഒടിച്ച് കാട്ടൊലിവായിരുന്നു നമ്മളെ അതിനോട് ചേർത്ത് ഒട്ടിച്ചു. ഒരു വിധത്തിൽ ജാതികളായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും യാതൊരു വിധത്തിലും അങ്ങോട്ട് പ്രവേശിക്കാൻ അവകാശമില്ലായിരുന്നു. ആ സ്ഥാനത്തേക്കാണ് ദൈവമായിരുന്നവൻ ജഡത്തിൽ വെളിപ്പെട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ. അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആ നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളാകുന്നത്. വിശ്വസിക്കേണ്ട വിധത്തിൽ വിശ്വസിക്കണം കേട്ടോ. വിശ്വസിക്കേണ്ട വിധത്തിൽ അവന്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ആരുടെ നാമമാണെന്ന് വിശ്വസിക്കണം? യഹോവയുടെ നാമമാണെന്ന് വിശ്വസിക്കണം. അതുകൊണ്ടല്ലേ പറയുന്നത്, യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് അവനെ യഹോവ എന്ന് വായി കൊണ്ട് ഏറ്റു പറഞ്ഞാൽ രക്ഷിക്കപ്പെടും. അല്ലാതെ രക്ഷിക്കപ്പെട്ട് നടക്കുന്നവരുണ്ട് ഇവിടെ. അവരെങ്ങനെയാ? അവർ ദാസിയുടെ മക്കളാണ്. ദാസിയുടെ അവർക്ക് അവകാശമുണ്ട് കേട്ടോ. എങ്ങനെയുള്ള അവകാശം? ഒരു പിതാവെന്നുള്ള അതല്ല, ദാസിയുടെ മക്കൾക്കും അവൻ കൊടുക്കുന്നുണ്ട് അവകാശം. അവന് ചില പദവികൾ അവിടെ പറയുന്നുണ്ട്. നിന്റെ മക്കളും ഒരു വലിയ സമൂഹമായി തീരുമെന്നും, അതുപോലെ അവർക്ക് വീതിച്ചു കൊടുക്കുന്ന അവസരം ഇന്ന സ്ഥലം അവർക്ക് കൊടുക്കാമെന്നും, അല്ലെങ്കിൽ അവർക്ക് ചില അവകാശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ അവകാശം ഈ ലോകത്തിലുള്ള ഈ ലോകപ്രകാരമുള്ള ഒരു അവകാശമല്ല. നമ്മുടെ അവകാശം ഏതാ? നിത്യമായ സ്വർഗത്തിൽ ദൈവരാജ്യത്തിന് അവകാശികളായി തീരുക. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അതുപോലെ നമ്മൾ ജനിച്ചിരിക്കുന്നത് എങ്ങനെയാ? യാക്കോബ് 1:18 വായിച്ചേ. യാക്കോബ് 1:18. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ നോക്കണം, അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവല്ലേ അതല്ലേ? കാരണം അവൻ എന്താ? നാം ആദ്യഫലമാകേണ്ടതിന്. ഈ ആദ്യഫലം ആദ്യജാതന്മാർക്കൊക്കെ എന്താ പ്രത്യേകത? അവകാശം ഇരട്ടിപ്പങ്കുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം നമ്മുടെ വിൽസൺ പറഞ്ഞു. ഏതാ? ഈ സ്വാതന്ത്ര്യവും ദാസ്യവുമായിട്ടുള്ള ഇത് പറഞ്ഞത് നല്ലൊരു ഉദാഹരണം പറഞ്ഞു. ഏതാ? നമ്മുടെ വീട്ടിൽ നമുക്ക് വിശക്കുന്നുണ്ട്, വീട്ടിൽ ആഹാരമുണ്ട്. ഈ ആഹാരം ഉണ്ടെങ്കിൽ ആഹാരം എടുക്കാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാനായിട്ട് ആരോടെങ്കിലും അനുവാദം ചോദിക്കണം. നമ്മൾ ചെന്നെടുക്കുന്നു, കഴിക്കുന്നു, നമ്മുടെ വിശപ്പ് മാറുന്നു, തൃപ്തിയോടെ നടക്കുന്നു. അതേസമയത്ത് ഒരു ദാസിയുണ്ട്, ഒരു വേലക്കാരനുണ്ട്, ഒരു വേലക്കാരി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കയറി എടുക്കാൻ പറ്റുകയില്ല. അപ്പൊ നമുക്ക് ദൈവം തന്നിരിക്കുന്ന അവകാശം എന്ന് പറഞ്ഞാൽ എന്താ? മക്കളെങ്കിലോ മക്കളെന്നുള്ള ഒരു പദവിയിലേക്ക് നമ്മളെ ആക്കി തീർത്ത് സ്വർഗീയ അനുഗ്രഹങ്ങൾ, ഹല്ലേലൂയ, സ്വർഗീയ നന്മകളുടെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ അവകാശികളാണ്. ഹല്ലേലൂയ. ആ അവകാശത്തിലേക്കാണ് നമ്മുടെ കർത്താവ്. ഒരു അർഹതയും യോഗ്യതയൊന്നുമില്ലായിരുന്നു. ഒരു ഭക്തൻ ഇങ്ങനെ പാടുന്നുണ്ടല്ലേ? തെറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചവൻ ജീവിതം. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചവൻ ജീവിതം. മാറ്റിയല്ലോ എൻ ജീവിതത്തെ
മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ മാറ്റിയല്ലോ എൻ ജീവിതത്തെ. മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോ ഈശ്വരനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോ ഈശ്വരനെ. അല്ലത്തിങ്ങും ജീവിതത്തിൽ ഞാൻ വസിച്ചപ്പോ വല്ലഭാവി സ്നേഹമെന്നിലൂറ്റിയല്ലോ. അല്ലത്തിങ്ങും ജീവിതത്തിൽ ഞാൻ വസിച്ചപ്പോ അവൻ വല്ലഭാവി സ്നേഹമെന്നിലൂറ്റിയല്ലോ. ജയഗീതം പാടിടുവാൻ നിൻ ജയം നീ എനിക്കേകിയല്ലോ. ആമേൻ. ജയഗീതം പാടിടുവാൻ നിൻ ജയം നീ എനിക്കേകിയല്ലോ. ആമേൻ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശ്വരനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശ്വരനെ. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയ അവൻ മാറ്റമല്ലയോ ജീവിതം. ഓ ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയ അവൻ മാറ്റമല്ലയോ ഭവിച്ചതൻ ജീവിതം. മാറ്റിയല്ലോ എൻ ജീവിതത്തെ. മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ മാറ്റിയല്ലോ എൻ ജീവിതത്തെ. ആമേൻ. മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശ്വരനെ. ആമേൻ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശ്വരനെ. ഓ പാപികളെ തേടി വന്ന യേശു രക്ഷകൻ. ഓ പാപമില്ല ശുദ്ധകായിതാവൻ. ധ്യാനിച്ചു പാടുക. പാപികളെ തേടി വന്ന യേശു രക്ഷകൻ. അവൻ പാപമില്ല ശുദ്ധകായിതാവരുന്നേ. വരവിന്ദ്രിയം അതിസമീപം. വരവിൻ പ്രത്യാശയായി നിറഞ്ഞിടാമേ. അവൻ വരവിന്ദ്രിയം അതിസമീപം. വരവിൻ പ്രത്യാശയായി നിറഞ്ഞിടാമേ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശ്വരനെ. അവൻ വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശ്വരനെ. നമ്മളെ ദൈവമക്കളാക്കി തീർക്കാനുള്ളതിന്റെ ഏറ്റവും വലിയ മഹത്വം ആ നാമത്തിലാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ ഈ ലോകത്തിലുള്ളവർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള ദാസിയുടെ സന്തതികൾ ഈ ലോകത്തിൽ വലിയ അനുഗ്രഹം പ്രാപിച്ചവരാ. അവര് വിശ്വസിക്കുന്ന പോലെ ലോകപ്രകാരമുള്ള അനുഗ്രഹം പ്രാപിച്ച് മുൻപോട്ട് പോകുന്ന ഒരു കൂട്ടത്തിലല്ല ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് അവന്റെ നാമത്തെ വിശ്വസിക്കാം. നമുക്കറിയാം ഈ വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളെ കുറിച്ച് പറയുന്നുണ്ട്. 7 സഭകൾ. ഈ 7 സഭകളിൽ യാതൊരു കുറ്റം പറയാത്ത ഒരു സഭയുണ്ട്. ഏത് സഭയാണ്? ഫിലദൽഫിയ സഭ അല്ലേ? ആ ഫിലദൽഫിയ സഭയെ കുറിച്ച് പറയുന്നത് എന്തോ ഒന്ന് വായിച്ചേ. 3-ാം അധ്യായത്തിൽ 8-ാം വാക്യം അറിയാവുന്ന വാക്യമാണ്. നിന്റെ പ്രവൃത്തി ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുണ്ടെങ്കിലും നീ എന്റെ വചനം കാത്തു. എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. യഹൂദരല്ലാതെ കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്നും വരുത്തും. ഈ പള്ളി എന്ന് പറയുന്ന അത് നമ്മളെ ഒരു പ്രത്യേക വിഷയമാണ്. അത് നമ്മൾ പഠിക്കണം. പള്ളി എന്ന് പറയുന്നത് സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. പള്ളി ആരുടെയാ? അത് പറയാൻ വഴിയുണ്ടോ? സാത്താന്റെ പള്ളിയിൽ തന്നെയാ പറയുന്നത്. കർത്താവ് പറയുന്ന എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അതുകൊണ്ടല്ലേ യേശു, നിങ്ങൾ വായിച്ചു നോക്കിയോ, സുവിശേഷങ്ങളെല്ലാം വായിച്ചു നോക്കിയോ, യേശു ക്രിസ്തു എന്താ അവരുടെ പള്ളിയിൽ പോയി. അവിടെ ഒരു കൂനിയായ സ്ത്രീ ഉണ്ടായിരുന്നു, അവളെ സൗഖ്യമാക്കി. അവരുടെ പള്ളിയിൽ പോയി. അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു,
അവർക്ക് സമയ്ക്കും കൊടുത്തു അല്ലേ? അവരുടെ പള്ളിയിൽ പോയി. എന്റെ പള്ളി യേശുവിന്റെ അല്ലേ? അങ്ങനെ നമുക്ക് സുവിശേഷങ്ങൾ വായിക്കുന്നത് അല്ലേ? അവരുടെ പള്ളി അവരുടെ പള്ളി എന്ന്. ഇവിടെ പറയുന്നത് ഞാൻ സാത്താന്റെ പള്ളിക്കാര് വരുന്നു. ദൈവത്തിന് പള്ളിയായിട്ടുള്ളത് ആലയമാണ്. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളോ അത് കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയെന്ന്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്മുർണ്ണ സഭയെ കുറിച്ചും വലിയ കുറ്റമൊന്നും പറയുന്നില്ല. ഇവിടെയാണ് പ്രധാനമായിട്ട് പറയുന്ന സഭ. വായിച്ചു. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കുവാനാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 9 വായിച്ചു. 9 യഹൂദനല്ലാതിരിക്കെ യഹൂദൻ കളവായി പറയുന്ന ചിലര് ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്നും വരുത്തുന്നു. വായിക്കട്ടെ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എന്റെ വചനം കാത്ത് എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. മതി. മറ്റുള്ള എല്ലാ സഭകളെ കുറിച്ചും എന്താ പറയുന്നത്? വിശ്വാസം. ചെറിയൊരു കുറ്റം, നിന്നെ ഇങ്ങനൊരു കുറ്റം, നീ എന്താ, നീ ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവരാ. അതുപോലെ ഇസബേൽ എന്ന് പറയുന്ന ഒരു കള്ളപ്രവാചിയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട് അല്ലേ? ഈ കള്ളപ്രവാചികമാര് ഭയങ്കര പ്രശ്നക്കാരാ കേട്ടോ. കള്ളപ്രവാചികമാരും പ്രവാചകന്മാരും അതിന്റെ പുറകെ ഒന്നും ദൈവമക്കൾ പോകരുത്. നമുക്ക് അതിന്റെ പുറകെ പോകേണ്ട ഗതികേടില്ല. നാം വിശ്വസ്തമായിട്ട് ജീവിച്ച നമ്മുടെ വിഷയത്തിന്മേൽ മറുപടി നൽകാൻ ശക്തനായ ഏക ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. അവൻ മറുപടി തന്നിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഓരോ സഭകൾ വായിക്കണം. ആദ്യത്തെ സഭയിൽ എടുത്തേ. സഭയുടെ തോതിൽ എഴുതുക. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊന്നുകൾ കൊണ്ട് നടുവിൽ നടക്കുന്നവൻ അല്ല ചെയ്യുന്നത്. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ സഹിച്ചു കൂടാത്തതും അപ്പസ്തോലന്മാർ അല്ലാതിരിക്കെ തങ്ങൾ അപ്പസ്തോലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും. കണ്ടോ? ഇതൊക്കെ അത് ഒരു ഒത്തിരി ഗുണമാ പറയുന്നില്ലേ? ആദ്യം ഒത്തിരി ഗുണമാ പറയുന്നത്. ഒന്ന് വായിച്ചേ. ആദ്യം പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ നിന്റെ പ്രവൃത്തി, നമ്മുടെ പ്രവൃത്തി മുഴുവൻ അറിയാവുന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും, കർത്താവിന് വേണ്ടിയുള്ള നമ്മുടെ പ്രയത്നം എല്ലാം അറിയുക. വായിച്ചേ. സഹിഷ്ണുത, ഒത്തിരി സഹിക്കുന്ന പാർട്ടിയാ, അറിയാം. കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാ. കൊള്ളരുതാത്ത വിധത്തിൽ ദൈവസഭയിൽ വന്ന ആത്മാവിന്റെ പ്രവർത്തനമാണെന്ന് കാണിച്ചാൽ അതിനെ നീ എതിർക്കുന്ന വെച്ചാൽ ഞാൻ അറിയുന്നു. അത് നല്ല കാര്യമാണ്. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമം നീ സഹിച്ചതും തളർന്നു പോകാതിരുന്നതും. ഒത്തിരി കാര്യങ്ങൾ കാര്യങ്ങളോ തളർന്നു പോയില്ല, നീ ക്ഷീണിച്ചില്ല. നീ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് കളവായി പറയുന്നവരെ പരീക്ഷിച്ച് നീ അറിഞ്ഞ് അവരെ മാറ്റി നിർത്തി. വായിച്ചേ. തളർന്നു പോകാതിരുന്നത് ഞാൻ അറിയുന്നു. എങ്കിലും ഇതെല്ലാം പറയുമ്പോഴും എങ്കിലും പിന്നെ നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ഇവിടെയാണ് പ്രശ്നം. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാൻ എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണു? നിന്റെ വീഴ്ച എവിടെയാ സംഭവിച്ചത്? നിന്റെ ആദ്യ സ്നേഹം നഷ്ടമായി. നീ വീണിരിക്കുന്ന ഏതിലാണ്? എവിടെയാണ് നിനക്ക് തെറ്റ് പറ്റിയത്? ആ തെറ്റിൽ നിന്ന് നീ ഒന്ന് എഴുന്നേക്കണം. അവിടെ കിടന്ന് ഉരുളരുത്. അവിടെ ന്യായീകരണം പറഞ്ഞ് നിൽക്കരുത്. അവിടുത്തെ ന്യായീകരണം പറഞ്ഞ് നിന്റെ ന്യായീകരണം എനിക്ക് വേണ്ട. ഹല്ലേലൂയ. എന്താ പറഞ്ഞിരിക്കുന്നത്? മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യാൻ. ഹല്ലേലൂയ. ഇനി അടുത്ത സഭയുടെ ഒന്ന് വായിച്ചേ. അതിന് വലിയ കുറ്റമൊന്നും പറയുന്നില്ലെന്നു. വായിച്ചു. മരിച്ചവരായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യം അന്തിമമായി അല്ല ചെയ്യുന്നത്. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാവുന്നതാനും തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും പറയുന്നു. നീ സഹിക്കുവാനുള്ളത് പേടിക്കണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടത് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകും. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണം വരെ എന്ന് വിശ്വസിക്കാതിരിക്കുക. എന്നാൽ ഞാൻ ജീവൻ നിനക്ക് തരും. ആത്മാവോട് പറയുന്നത് ഞാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. ഇവിടെ എല്ലാം അവരുടെ നന്മ പ്രവർത്തികൾ ദൈവം എടുത്ത് കാണിക്കുന്നുണ്ട് അല്ലേ? രണ്ടാമത്തെ വിഷയം എന്താ? അതെല്ലാം നന്മ പ്രവർത്തിപ്പെട്ടതാണ്. പിന്നെ അവരുടെ കുറ്റം പറയുന്നുണ്ട് അല്ലെ? ഇവിടെ ഒന്നും പറയുന്നില്ല. എങ്കിലും ആദ്യത്തെ സഭയ്ക്ക് രണ്ടാമത്തെ സഭയെ കുറിച്ച് പറയുന്നത് കുറ്റം പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്? അവസാനം പറയുന്നത് അവർക്ക് ചില വാഗ്ദത്തങ്ങള് ഞാൻ
പറയുന്നത് നീ അനുസരിച്ചാൽ, നീ മാനസാന്തരപ്പെട്ടാൽ, നിന്റെ തെറ്റിൽ നിന്ന് നീ ഒന്ന് എഴുന്നേറ്റാൽ, നീ എവിടെ വീണിരിക്കുന്നു എന്ന് അറിഞ്ഞ് അതിൽ നീ എഴുന്നേറ്റാൽ നിനക്ക് ഞാൻ ഇന്ന പ്രതിഫലം തരും. ആദ്യത്തെ സഭയ്ക്ക് എന്താ കൊടുക്കാമെന്ന് പറഞ്ഞു? അതിൽ ഏറെ വായിക്കുന്നത് 2 പേര് വായിച്ചു. ഞാൻ ദൈവത്തിന്റെ പദ്ധതിയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ. ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ. അപ്പൊ ഇങ്ങനെ ഓരോ സഭകളെ നോക്കുമ്പോൾ ആദ്യം അവരുടെ നന്മ എടുത്ത് പറയുന്നുണ്ട്. നമ്മുടെ നന്മ, നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്ത നന്മയൊന്നും മറന്നു കളയുവാൻ അനീതിയുള്ളവരല്ല നമ്മുടെ ദൈവം. നമ്മുടെ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം നിങ്ങൾക്ക് മറുപടി തരുന്ന, നിങ്ങൾക്ക് ഉത്തരം തരുന്ന, നിങ്ങളെ അനുഗ്രഹിക്കുന്ന, നിങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. എന്റെ നാമത്തോട് നിങ്ങൾ കാണിച്ച, നിങ്ങൾ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും എന്റെ നാമത്തോട് നിങ്ങൾ കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ അനീതിയുള്ളവരല്ല. നമ്മുടെ എല്ലാ നന്മപ്രവൃത്തിക്കും പ്രതിഫലമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മുടെ മേൽ കുറ്റമുണ്ടെങ്കിൽ കർത്താവ് പറയാ, നീ അങ്ങനെ ആ കുറ്റവും പറഞ്ഞ് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ആദം എന്നോടത്തിൽ എന്താ സംഭവിച്ചത്? സ്ത്രീയോട് ചോദിച്ചു. അല്ല, സ്ത്രീയോട് വലിയ ചോദ്യം ഒന്നും ചെയ്തില്ല അല്ലേ? ചെയ്തു. ആദത്തോട് ആദ്യം ചോദിച്ചു. ഒരെണ്ണം പറഞ്ഞു, എന്താ നീ എനിക്ക് കൂട്ടായി തന്ന ആ സ്ത്രീ തന്നു, ഞാൻ തിന്നു. നീ എനിക്ക് കൂട്ടായി തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു. അപ്പൊ അവിടെ കുറ്റക്കാരനാരാ? ആരെങ്കിലും വീട്ടിൽ ഉറക്കുന്നുണ്ടോ? ആരെങ്കിലും അല്പം ഉറക്കം വരുന്നുണ്ടോങ്കിൽ ഉറങ്ങണ്ട. എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഉള്ള വഴിവക്കത്തിൽ നടക്കുകയായിരുന്നു. നീ എനിക്ക് അങ്ങനെ ഒന്ന് തന്നതുകൊണ്ട് അത് തന്നു, ഞാൻ തിന്നു. അത് തന്നു, ഞാൻ വിശ്വസിക്കണം. അപ്പൊ അവിടെ കുറ്റക്കാരനാരാ? ദൈവം. ഉടനെ സ്ത്രീയോട് ചോദിച്ചു. സ്ത്രീ എന്ന് പറഞ്ഞു, അവളും ന്യായീകരണമാ. എന്താ നീ പാമ്പിനെ എനിക്ക് ഒന്നുകൊണ്ട് ഞാൻ തിന്നാണോ? ഒരു വിധത്തിൽ പറഞ്ഞ പാമ്പ് എന്നെ ചതിച്ചു എന്നാണ്. പാമ്പിനോട് യാതൊന്നും ചോദിച്ചിട്ടില്ല. കാരണം എന്താ? അവൻ അതിനു വേണ്ടിയാ. അവനിൽ കള്ളമേ ഉള്ളൂ. അവൻ ദുഷ്ടനാ. അവനിൽ നിന്ന് ഒരിക്കലും സത്യം അവൻ പറയുകയാണ്. ഇപ്പൊ ഈ പിശാച് കോട്ടയത്തേക്ക് പോകാണോ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കോട്ടയത്തേക്ക് പോവുകയാണ്. അവൻ വഴിക്ക് വെച്ച ആരെങ്കിലും ചോദിച്ചു, നീ എവിടെ പോവാ? അവനുണ്ട്, കോയമ്പത്തൂർ പോവാണെന്ന് പറയും. അവൻ കോട്ടയത്ത് പോകാണെന്ന് പറയല്ല. കാരണം എന്താ? അവനിൽ സത്യം ഇല്ല. അവരോടാണ് ഇവിടുത്തെ പ്രവാചകന്മാരൊക്കെ ചെന്ന് ഭൂതം ബാധിച്ച വ്യക്തികളോടൊക്കെ, നീ ആരാ? നിന്നെ ആരാ അയച്ചത്? നീ എവിടുന്ന് വന്നു? നീ എപ്പോ പോകും? ഞാൻ കേട്ടുള്ളതാണ്. നീ എപ്പോ പോകും? ഇവൻ ജീവിതത്തിൽ സത്യം പറഞ്ഞിട്ടുണ്ടോ? ഇവൻ സത്യം, അവന് സത്യമില്ല. ഒരു തേങ്ങ ഇടിച്ചാൽ, അടിച്ചു പൊട്ടിച്ചാൽ അതിനകത്ത് വെറുതെ വരുള്ളൂ. തേങ്ങ വെള്ളം, മധുരമുള്ള വെള്ളമേ വരും. ഒരു നാരങ്ങയാണെങ്കിലോ ഇടിച്ചു പൊട്ടിച്ചാൽ പുളിച്ച വെള്ളമേ വരും. കാരണം അതിനകത്തൊന്നും നാരങ്ങയ്ക്കകത്തൊന്നും ഈ ചെറുനാരങ്ങയുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അതിനകത്തൊന്നും മധുരിക്കുന്ന വെള്ളം വരാൻ അതിനകത്ത് ഇല്ല. അതിനകത്ത് അതേ വരുള്ളൂ. അപ്പൊ ദുഷ്ടനാകുന്ന പിശാചിനെ എത്ര ഞെക്കിപ്പിഴിഞ്ഞ് ഇടി കൊടുത്താലും അതിനകത്തുനിന്ന് നീ എവിടുന്ന് വരുന്നു, നീ എവിടെ പോകുന്നു, നിന്നെ ആരാ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? അങ്ങനെ ഒത്തിരി കുടുംബങ്ങളെ കലക്കിയ പ്രവാചകന്മാരെ എനിക്കറിയാം കേട്ടോ. നിങ്ങളുടെ അയൽവക്കത്തിരിക്കുന്നവരെ സൂക്ഷിച്ചോളൂ. അന്ന് പോലെ അയൽവക്കക്കാരനുമായിട്ട് അടിയല്ല. പിന്നെ അവനെന്തെങ്കിലും ഒന്ന് ചോദിക്കുന്നെങ്കിലും ചോദിക്കുക. വീട്ടുകാരുടെ ബന്ധക്കോസുകാരാ, അവരുടെ വീട്ടിലെ മുഖമല്ലാന്ന് അവര് ഇന്ന ഇത് ചെയ്തതാണ്, സത്യത്തെ അവർ അറിഞ്ഞു കാണുകയല്ല. അത് മാറണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ഒരു 3 ദിവസം ഉപവാസം എടുക്കും അല്ലേ? എന്തിനു വേണ്ടി ഉപവാസം എടുക്കുന്നത്? ഈ പ്രവാചകന്റെ കാര്യം നടക്കും. ഇങ്ങനെയുള്ള കള്ളപ്രവാചകന്മാർ ഈ ബന്ധക്കോസിൽ കൊടികുത്തി വാഴുകയാണ്. ഇവന്മാരെയൊക്കെ എന്ന് വീട്ടിൽ നടക്കുന്നു അന്ന് ഇതിന്റെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹം വരും. ഞാൻ വെറുതെ പറഞ്ഞല്ലോ കേട്ടോ. പ്രവാചകന്മാര് കയറി കുടുംബം കലക്കിയ ധാരാളം കുടുംബങ്ങളുണ്ട്. ഹല്ലേലൂയ. അപ്പോ ദൈവം പറയുന്ന വാക്കനുസരിച്ച് നീ മാനസാന്തരപ്പെടാൻ പറഞ്ഞാൽ മാനസാന്തരപ്പെട്ടിരിക്കണം. അതിനകത്ത് നിന്റെ ന്യായീകരണങ്ങൾ കേൾക്കണ്ട. ഹല്ലേലൂയ. ആദം ന്യായീകരണം പറഞ്ഞു, നീ തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു. സ്ത്രീയോട് ചോദിച്ചോ പറഞ്ഞു, പാമ്പ് എനിക്ക് തന്നു, ഞാനത് തിന്നു. പാമ്പിനോടൊന്നും ചോദിക്കാൻ പോയില്ല. പാമ്പിനോട് എന്താ പറഞ്ഞത്?
ശാപിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ ഓരോ അടുത്ത സഭയോട് വായിച്ചു. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായുധ വാളുള്ളവരല്ല ചെയ്യുന്നത്. നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടുമെന്നും നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നല്ല കാര്യം കേട്ടോ, നീ എന്റെ നാമം മുറുകെ പിടിച്ചിട്ടുണ്ട്. പിന്നെ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷ്യം വിശ്വസ്തമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞോറ് കുറ്റം പറയാനുണ്ട്. അവിടെ കുറ്റം, നിന്നെ കുറിച്ച് കുറഞ്ഞോറ് കുറ്റം പറയാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്ക്കുവാൻ ദൈവമക്കളുടെ മുമ്പിൽ ഇടർച്ച വയ്ക്കുവാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിലക്കുണ്ട്. അവണ്ണം നിക്കലോമിയുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിക്കലോമിയുടെ ഉപദേശം എന്താ ഈ അധികാര വടംവലിയും എല്ലാം ഉണ്ടല്ലേ എന്ന് കാരണം പാഷന്മാർക്ക് അവരുടെ പാഷന്മാരുടെ ഫ്രണ്ടിൽ റവ ഇട്ടില്ലെങ്കിൽ റവയോ മൈദ ഇട്ടാൽ അവർ സമ്മതിക്കുകയാണ്. റവ തന്നെ ഇടണം. റവണ്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഭയങ്കരന്മാരെന്നാ, വില്ലന്മാരെന്നല്ലേ? റവറുണ്ടോ ആരാ? തൊമ്മൻ. ഇപ്പോൾ റവറിന്റെ തൊമ്മൻ സംസാരിക്കുന്നതായിരിക്കും. ബ്രദറിന് പറഞ്ഞാലോ, സമൂഹത്തിൽ ബ്രദറിന് പറഞ്ഞിട്ട് മുഖം ചൂടിപ്പോകുന്ന ഒത്തിരി സഭാ നേതാക്കന്മാരെ എനിക്കറിയാം. ഇവന്മാരെയൊക്കെ ഞാൻ ബ്രദറിനെ വിളിക്കുള്ളൂ. റവറിനെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ എന്തോ ആയതറിയിക്കുന്നത്. ഒരാൾ റവറിന് വന്ന് നമുക്കറിയാം, ഒരു ബ്രദർ വന്ന് അധികാരത്തിൽ വന്ന് അതിനുശേഷം CSIയുടെ ബിഷപ്പിനെ കൊണ്ട് ഓർഡിനേഷൻ മേടിപ്പിച്ച് അവസാനം എന്തെയാണ് റൈറ്റ് റവറിനെന്ന് മാത്രമല്ല, പിന്നെ എന്തുണ്ട് ഏതാണ്ട് വായിക്കൊള്ളുകയില്ലാത്ത ഒത്തിരി പേര് മുമ്പിൽ വന്നിട്ട് പുള്ളി പോയി മരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ എന്താണ്? നിങ്ങൾ എന്നെ ബ്രദറിനെ ജോലിന്ന് വിളിച്ച എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. ഇവന് പാസ്റ്റർ എന്ന് വിളിക്കാന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇടയെന്നുള്ള അർത്ഥമാണ്. ഇടയെന്ന് പറയുന്നത് എന്താ? വലിയ പദവിയാണ്. ഇടയെന്ന് പറഞ്ഞാൽ തീറ്റി കൊടുക്കുന്ന ഒരു വേലക്കാരൻ എന്നുള്ള അർത്ഥമുണ്ട് അല്ലേ? അതിനേക്കാൾ വലിയ അത് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത പാസ്റ്റർ എന്നുള്ള വിളി കേൾക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് റവറുണ്ട്. കാരണം അച്ഛന്മാർ പുരോഹിതന്മാർക്ക് എന്നാ റവാനില്ലേ? അതുകൊണ്ട് പാസ്റ്റർമാർക്കൂടെ കേൾക്കട്ടെ റവ. പിന്നെ റവ ഇട്ടാലും മൈദ ഇട്ടാലും ഗോതമ്പ് ഇട്ടാലും എല്ലാവരും തന്നെ ഇല്ല സാധനം. ഹല്ലേലൂയ. വായിച്ചു. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാതിരുന്നാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. അല്ലെങ്കിൽ നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭയോട് പറയുന്നത് ചെയ്യുവാൻ കേൾക്കട്ടെ. ജയിക്കുന്നവർ ഞാൻ പറഞ്ഞിരിക്കുന്ന നന്മ കൊടുക്കും. ഈ പ്രയോഗങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കണം കേട്ടോ. ഇതൊക്കെ ഒന്ന് വായിക്കണം. ഇവിടെ പറയുന്നത് എന്താ? അവൻ എവിടാ പാർക്കെന്ന് പറഞ്ഞത്? സാത്താന്റെ സിംഹാസനം ഉള്ള ഇടത്ത് ആരെയാ കൊണ്ട് പാർപ്പിച്ചത്? ഒന്നുകൂടെ നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടുമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുഴുവൻ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും എന്റെ സാക്ഷിയും വിശ്വസ്തനായ അന്തിപ്പാസിനെ കൊന്ന ഈ അന്തിപ്പാസ് അവിടെ വരുമെന്ന് സാത്താൻ അറിയാം. ദൈവമാണ് അവിടെ പാർപ്പിച്ചത് അല്ലേ? എവിടെയാ? സാത്താന്റെ സിംഹാസനം. ഇവിടെ നിന്നാണ് സാത്താൻ സിംഹാസനം മാറ്റിയത്. എങ്ങോട്ട് മാറ്റിയതാ? നമ്മുടെ ചരിത്രം പഠിച്ചറിയാം. ഇവിടുന്ന് സാത്താൻ തന്റെ സിംഹാസനം മാറ്റി റോമിലാക്കിയതിനു ശേഷം കുസ്തന്തീനോസ് എന്ന് പറയുന്ന ഒരു മാനസാന്തരപ്പെടാത്ത ഒരു കൊടും കള്ളൻ എന്ന് പറഞ്ഞാൽ പുള്ളി ഈ നമ്മുടെ ഗാനവച്ചൻ പ്രസംഗിച്ചു. അതിനെ കുറിച്ച് ഞങ്ങൾ അന്ന് മറുപടി കൊടുത്തതാണ്. അച്ഛൻ മരിച്ചുപോയി. അതെന്താ പറഞ്ഞിരിക്കുന്നത്? ഈ കുസ്തന്തീനോസ് എന്ന് പറയുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ജീവിതത്തിൽ മാനസാന്തരപ്പെട്ടവനല്ലെന്നും അവൻ കയറി വന്നതാണ് ദൈവസഭയുടെ നാശത്തിന് കാരണമെന്നും അദ്ദേഹം പ്രസംഗിച്ചു. അത് നമ്മുടെ പാസ്റ്റർമാരുടെ പലരുടെ കേക്ക് ചിലപ്പോൾ കാണുമായിരിക്കാം. ഞാൻ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അത് ശരിയാണ് പുള്ളി പറഞ്ഞത്. എന്നിട്ട് പുള്ളി ആ തൃത്വത്തിലാണ് മരിച്ചത്. അപ്പോ ഈ കുസ്തന്തീനോസ് എന്ന് പറയുന്ന ഈ കൊലപാതകൻ കടന്നു വന്നതിന് ശേഷം
അവൻ കത്തോലിക്ക സഭയിലൂടെ അല്ലെങ്കിൽ ആ കുസ്തന്തീനോസ് കൊണ്ടുവന്ന ഉപദേശമാണ് ദുർമാർഗത്തിന്റെ ഉപദേശമാകുന്ന തൃത്വോപദേശം. തൃത്വോപദേശം കടന്നു വന്ന അവിടെ കൊലപാതകങ്ങളും ദുർമാർഗവും ധാരാളം നടന്നു വരികയാണ്. ഇത് പിടിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞ കത്തോലിക്ക ഈ പെർഗമോസിലൂടെ അതിനുശേഷമായിട്ട് കത്തോലിക്ക സഭയിലൂടെ കടന്നു വന്ന ഉപദേശമാണ് തൃത്വോപദേശം. അതുകൊണ്ടല്ലേ ബൈബിളിൽ പറയുന്നത്, കർത്താവിന്റെ കാന്തിയോട് പറയുന്നത് എന്തുവാ? നിങ്ങൾ എന്താ അവളുമായി സംസർഗം അരുത്, അവളുടെ ഉപദേശം നിങ്ങൾ പിടിക്കരുത്. ഇന്ന് ഈ കത്തോലിക്ക സഭയുടെ ഉപദേശമില്ലാത്ത ഏതെങ്കിലും ഒരു ബന്ധക്കോസുകാരനുണ്ടോ? ഈ തൃത്വോപദേശം ആരുടെ ഉപദേശമാണ്? ഇതിലൂടെ വന്ന ഉപദേശം. കർത്താവ് പറയാ മാനസാന്തരപ്പെടണം, മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടില്ലെങ്കിലോ ആ വായുകൊണ്ട് വാളുകൊണ്ട് നിന്നെ പോരാടും. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ നശിച്ചു പോകും. അപ്പൊ ദൈവസഭയ്ക്ക് കൊടുക്കുന്ന ഉപദേശം അവിടെ പറയുകയാണ് മാനസാന്തരപ്പെടണം. നീ വീണെടുത്ത് കിടന്ന് അവിടെ കിടന്ന് ഉരുളരുത്, അവിടെ നിന്ന് എഴുന്നേൽക്കണം. നിനക്കൊരു എഴുന്നേൽപ്പുണ്ട്, നിന്നെ സഹായിക്കാൻ ഒരു ദൈവമുണ്ട്, നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെടുക എന്നാണ് പറയുന്നത്. ആ വായിച്ചു സഭയുടെ എഴുതുക, അജ്ഞാനത്തെ കണ്ണും വെള്ളോട്ട് സദൃശമായ കാലുമുള്ള ദൈവത്തിനല്ല ചെയ്യുന്നത്. ഞാനെന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും ആദ്യത്തെ പ്രവൃത്തിയേക്കാൾ നല്ല പ്രവൃത്തിയാണ്. എങ്കിലും താൻ പ്രവാചകൻ എന്ന് പറഞ്ഞ് ദുർനട ആചരിക്കുവാനും വിഗ്രഹാർപ്പിതം നൽകുവാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. ഒരു കള്ളപ്രവാചിയെ അനുവദിക്കുന്നു. ഇന്ന് പ്രവാചിമാരെയും കള്ളപ്രവാചിമാരെയും അനുവദിച്ച് കയറ്റി വീട്ടിലോ അല്ലെങ്കിൽ സഭയിലോ കയറ്റി ആവശ്യമില്ലാത്ത കള്ളപ്രവചനം കേൾക്കുന്ന എല്ലാവരും ഇത് കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. അവിടെയും കുറ്റം പറയുകയാണ്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലുമാക്കി കളയും. അവന്റെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സഭകൾ പറയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. പിന്നെ എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും സാത്താന്റെ ആഴങ്ങൾ അറിയണം. സാത്താന്റെ ആഴങ്ങളിൽപ്പെട്ട ഒന്നാണ് തൃത്വോപദേശം. അവൻ സാത്താന്റെ ആഴങ്ങളിൽപ്പെട്ട അവന്റെ അടവാണ് ഇത് തോളിലേക്ക് വെച്ച് കൊടുക്കുന്നത്, ഇത് തലയിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇതിനു വേണ്ടി ചെന്നാൽ ചാകാൻ തുടങ്ങുകയല്ലേ. സാത്താന്റെ ആഴങ്ങൾ അറിയണം ദൈവമക്കൾ. അവൻ തന്ത്രശാലിയാ. അവനോട് നിങ്ങൾ എതിർത്ത് നിൽക്കണം. പിശാചിനോട് നിങ്ങൾ എതിർത്ത് നിൽപ്പിന് എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടി പോകുന്ന പറഞ്ഞു. സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും ദുരിതയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോടെ അനുഷ്ഠിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. നോക്കണം, അവിടെ ദൈവം അനുഗ്രഹം കൊടുക്കുകയാണ്. അടുത്ത സഭയുടെ സർദ്ദിസിലെ സഭയുടെ തോന്നൽ എഴുതുക. ദൈവത്തിന്റെ ഏഴാത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാവുന്നു. നിനക്ക് ജീവനില്ലെന്ന് ഉണർന്നുകൊള്ളുക. ആവാറായ ശേഷികളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദ്ദിസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ളം ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനായി ആരും അടയ്ക്കാതെ തുറക്കുകയും ആരും തുറക്കാതെ അടയ്ക്കുകയും ചെയ്യുന്നത്
ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതാർക്കും അടച്ചുകൂടാ. അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എന്റെ വചനം കാത്തു. നീ എന്റെ വചനം കാത്ത് നാമം എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് എന്ത് സംഭവം എന്താ പോകുന്നത്? യഹൂദരല്ലാതിരിക്കെ ഇതായിട്ട് വായിച്ചു അവർക്ക് പ്രതിഫലം വായിച്ചു. സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്കിലും ഈ പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ തക്കോണം നിനക്കുള്ളത് പിടിച്ചുകൊടുക. ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകില്ല. ജയിക്കുന്നവനെ ഞാൻ എന്റെ ആലയത്തിൽ തൂണാക്കും. അപ്പൊ ഇവിടെ ഒരു കുറ്റവും പറയാത്ത ഫിലദൽഫിയ സഭയോട് പറയുക എന്നാ പറഞ്ഞിരിക്കുന്നത്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. നീ ഒരു മെഗാ കൺവെൻഷൻ നടത്താൻ ഒത്തിരി പേരെ കൂട്ടി ഒരു കൺവെൻഷൻ നടത്തുന്നൊന്നുമില്ല. വലിയ ശക്തി പ്രകടനങ്ങളൊന്നും നീ കാണിക്കുന്നില്ല. എങ്കിലും നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. നീ വലിയൊരു സമൂഹമായിട്ട് ഇവിടെ കാണുകയില്ല. ചിലപ്പോൾ വിരലിലെണ്ണാവുന്ന ചില വ്യക്തികൾ മാത്രമേ നിന്റെ കൂടെ ഉള്ളൂ. പക്ഷെങ്കിൽ നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എന്റെ വചനം കാത്തു. എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. എന്റെ നാമനിമിത്തമാണ് നിന്റെ അനുഗ്രഹം. എന്റെ നാമത്താലാണ് നീ ദൈവമൈതനായത്. എന്റെ നാമമാണ് നിന്നെ ഉയർത്തുന്നത്. എന്റെ നാമം നിന്നെ അക്കരെ കൊണ്ടുപോകാൻ ശക്തമുള്ള നാമമാണ്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ശ്രേഷ്ഠ പദവി. അതാണ് നമ്മുടെ പകൽക്കാലം കർത്താവിന്റെ ദാസനിലൂടെ നമ്മൾ കേട്ടത്. ഹല്ലേലൂയ. നമ്മള് ഏത് സന്തതിയാണ് സ്വാതന്ത്ര്യം പ്രസവിച്ചത്? ദാസ്യത്തിന്റെ മക്കളല്ല, ദാസി പ്രസവിച്ച മക്കളല്ല. അപ്പൊ നമ്മള് കർത്താവിന്റെ നാമം നിഷേധിക്കാതെ അവന്റെ വചനം കാത്ത് മുൻപോട്ട് പോയാൽ, അതുകൊണ്ട് എബ്രായ ലേഖനം പറയുന്നത്, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയോ അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവർ വരും, അവൻ താമസിക്കുകയില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജനിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ എത്ര അല്ല, ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു? നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല. ഈ സഭയെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയാൻ സമയങ്ങൾ ഒത്തിരി നമുക്കത് പഠിക്കാം. ദൈവം അനുവദിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം, കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാൻ. നമ്മുടെ ഓരോ സഹോദരങ്ങളും പ്രാപ്തന്മാരായി ദൈവത്തിന് വളരെ പ്രയോജനമുള്ളവരായി ഇന്ന് പകൽക്കാലവും നമുക്ക് നല്ല ദൂത് നമുക്ക് ലഭിച്ചു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ട് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്.